ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൈലം പോറിഫറയെ പറ്റിയാണ്. എന്താണ് ഫൈലം പോറിഫറ? ഫൈലം പോറിഫറ എന്ന് പറയുന്നത് നമ്മളുടെ ആനിമൽ കിങ്ഡത്തിലെ ആദ്യത്തെ ഫൈലമാണ്. ഈ ഫൈലത്തിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ടും സ്പോഞ്ചസ് എന്ന പേരിലാണ് അറിയപ്പെടാറുള്ളത്. സാധാരണയായി ഇവ മറൈൻ എക്കോസിസ്റ്റത്തിലാണ് ലിവിങ് ചെയ്യുന്നത്. അതായത് ടെറസ്ട്രിയൽ എക്കോസിസ്റ്റം, ലാൻഡ് എക്കോസിസ്റ്റത്തിലല്ല, അക്വാട്ടിക് എക്കോസിസ്റ്റം, അതും മറൈൻ എക്കോസിസ്റ്റത്തിലാണ് ഇവര് വസിക്കുന്നത്. സോ ദേ ആർ അസിമെട്രിക്കൽ ആനിമൽസ്. നമ്മളൊരു ഓർഗാനിസത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഓർഗാനിസത്തിന്റെ ലെഫ്റ്റും റൈറ്റും ഈക്വൽ ആയിട്ട് ലഭിക്കുകയാണെങ്കിൽ അതിനെയാണ് സിമെട്രിക്കൽ ആനിമൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഈ സ്പോഞ്ചസ് എന്ന് പറയുന്ന ഓർഗാനിസംസ് എസിമെട്രിക്കൽ ആണ്. സോ ദേ ആർ പ്രിമിറ്റീവ് മൾട്ടി സെല്ലുലാർ. ആദ്യകാലം തൊട്ടേയുള്ള മൾട്ടി സെല്ലുലാർ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ അധികം സെല്ല് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആനിമൽസ്. സ്പോഞ്ചസിന് ഒരു പ്രത്യേകതയുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഓർ കനാൽ സിസ്റ്റം, വാട്ടർ വാസ്കുലർ സിസ്റ്റം. എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സബ്സ്റ്റൻസസ് ലൈക്ക് വാട്ടറിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഫുഡിനെ ഗ്യാദർ ചെയ്ത് ആ വാട്ടറിൽ അകപ്പെട്ടിരിക്കുന്ന ഫുഡിനെ ഗ്യാദർ ചെയ്ത് ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും റെസ്പിറേഷൻ ശ്വാസോച്ഛ്വാസം ചെയ്യാൻ വേണ്ടിയിട്ടും വേസ്റ്റിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ഫൈലം പോറിഫറ വാട്ടർ വാസ്കുലർ സിസ്റ്റം ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം ആ വാട്ടർ വാസ്കുലർ സിസ്റ്റത്തിന്റെ പാർട്ട് ഏതൊക്കെയാണെന്ന്. ഈ വാട്ടർ വാസ്കുലർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനൊരു 3 പാർട്സ് ഉണ്ട്. ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഓസ്റ്റിയ. ഈ ഓസ്റ്റിയ എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിലെ മൈന്യൂട്ട് ആയിട്ടുള്ള സുഷിരങ്ങളെയാണ് ഓസ്റ്റിയ എന്ന് പറയുന്നത്. അപ്പം ഈ ഓസ്റ്റിയ വഴി വാട്ടർ അകത്തേക്ക് എത്തുന്നു. അകത്തേക്ക് എത്തുമ്പോൾ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് സ്പോഞ്ചോസീൽ. അപ്പം ഈ സ്പോഞ്ചോസീലിനെ കവർ ചെയ്തിരിക്കുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സെൽസ് കൊണ്ടായിരിക്കും. ആ സ്പെഷ്യലൈസ്ഡ് സെൽസിനെയാണ് നമ്മൾ കോവാനോസൈറ്റ്സ് ഓർ കോളോസൈറ്റ്സ് എന്ന് പറയുന്നത്. അവസാനം ഈ പറഞ്ഞിരിക്കുന്ന റിമൂവൽ ഓഫ് വാട്ടേഴ്സ്, റിമൂവൽ ഓഫ് ഫുഡ്, റെസ്പിറേഷൻ, എക്സ്ചേഞ്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള വാട്ടർ ഓസ്കുലം വഴിയായിരിക്കും വെളിയിലേക്ക് പുറപ്പെടുന്നത്. അപ്പോൾ ഓസ്റ്റിയ വഴി സ്പോഞ്ചോസീൽ വഴി ഓസ്കുലം. സോ കോവാനോസൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് സെല്ലാണ്, സ്പോഞ്ചോസീലിനെ കവർ ചെയ്തിരിക്കുന്ന സെല്ലാണ്. ഇവരുടെ ഡൈജഷൻ എന്ന് പറയുന്നത് ഇൻട്രാ സെല്ലുലർ ആയിരിക്കും, സെല്ലിനകത്ത് തന്നെ ആയിരിക്കും ഡൈജഷൻ നടക്കുന്നത്. മാത്രമല്ല ബോഡി എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ സ്പിക്യൂൾസ് എന്ന് പറയുമ്പം നമുക്കൊരു സ്പൈൻ എന്ന് പറയാം. ആ സ്പൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പോഞ്ചിൻ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. സോ സെക്സസ് പോറിഫറയിലെ 2 സെക്സസ് കാണില്ല. ഒരേ ഓർഗാനിസത്തിൽ തന്നെ മെയിലും ഫീമെയിൽ ഓർഗൻസും കാണും. അതിനെയാണ് ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയുന്നത്. അതർവൈസ് നമുക്ക് അതിനെ പറയാം മൊണീഷ്യസ് ആനിമൽസ്, മൊണീഷ്യസ് ഓർഗാനിസംസ് എന്നും പറയാം. ഹെർമാഫ്രോഡൈറ്റ് അല്ലെങ്കിൽ മൊണീഷ്യസ്. സോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ എഗ്സും സ്പോംസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതും സെയിം ഇൻഡിവിജ്വലിൽ നിന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്പോഞ്ചസ് എസെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്ഷലി ബൈ ഗമീറ്റ്സ് മാത്രമല്ല എസെക്ഷലിയും റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന പേരാണ് ഫ്രാഗ്മെന്റേഷൻ. അപ്പോൾ എന്താണ് ഫ്രാഗ്മെന്റേഷൻ? ആ ഒരു എൻറ്റയർ ഓർഗാനിസം പല പീസായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ ഇൻഡിവിജ്വൽ പീസസ് ഒരു പുതിയ അഡൾട്ട് ആയിട്ട് മാറുന്നു. അതിനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഫെർട്ടിലൈസേഷൻ ഇന്റേണൽ ആയിരിക്കും, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗമേറ്റ് കൂടി ചേരുന്നത് അകത്ത് വെച്ചിട്ടായിരിക്കും. ഡെവലപ്മെന്റ് പക്ഷേ ഇൻഡയറക്റ്റ് ആണ്, അതായത് ഇൻ ബിറ്റ്വീൻ ഫോർമേഷൻ ഓഫ് ദ യങ് ആൻഡ് അഡൾട്ട് അവിടെ എന്തായിരിക്കും ഒരു ലാർവൽ സ്റ്റേജസ് കാണും. അപ്പോൾ ലാർവൽ സ്റ്റേജസ് ഇല്ലാത്തതിനെ നമ്മൾ ഡയറക്റ്റ് ഡെവലപ്മെന്റും ലാർവൽ സ്റ്റേജസ് ഉള്ളതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റുമാണ് പറയപ്പെടുന്നത്. എക്സാമ്പിൾ ഫ്രോഗിന്റെ മെറ്റമോർഫോസിസം. ഫ്രോഗ് ഒരു ടാഡ്പോൾ ആയതിനു ശേഷമാണ് ഒരു അഡൾട്ട് ഫ്രോഗ് ആയിട്ട് മാറുന്നത്. സോ ഇതാണ് ഫൈലം പോറിഫറയുടെ ജനറൽ ക്യാരക്ടേഴ്സ്.